ലേക്കുമാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനിയുടെ. ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഇതിനെ ഗവേൺ ചെയ്യുന്ന, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ സെക്ഷൻ 29 അനുസരിച്ച് എല്ലാ ബാങ്കിങ് കമ്പനീസും, അതായത് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ബാങ്കിങ് കമ്പനീസും അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ, ഓരോ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഒരു ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മളുടെ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ബാങ്ക്സ് നോർമലി ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് April 1 to March 31 ആണ്. അപ്പോൾ March 31 സെക്ഷൻ 29 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഓരോ ബാങ്കിങ് കമ്പനി അവരുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഈ P&L അക്കൗണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തേർഡ് ഷെഡ്യൂളിൽ ഫോം ബി പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഫോർമാറ്റിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് എവിടെയാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തേർഡ് ഷെഡ്യൂളിൽ ഫോം ബി ആയിട്ട് കംപ്ലൈ ചെയ്ത് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഫോം ബിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോം ബിയുടെ ഫോർമാറ്റാണ് ഈ പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 March. ഏത് ഇയറാണോ ആ ഇയറും കൂടി എഴുതുക, കറസ്പോണ്ടിങ് ഇയർ എഴുതുക. ഇനി 4 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളം പെർട്ടിക്കുലേഴ്സ്, ആസ് യൂഷ്വൽ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പെർട്ടിക്കുലേഴ്സ് ആണ് ആദ്യത്തെ കോളം. രണ്ടാമത്തെ കോളം ഷെഡ്യൂൾ നമ്പർ ഉണ്ട്. ഓരോ ഐറ്റത്തിനും ഷെഡ്യൂൾ നമ്പർ ഉണ്ട്. ആ നമ്പർ എഴുതാനുള്ള കോളം. പിന്നെ കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ലാസ്റ്റ് കോളം പ്രീവിയസ് ഇയർ. ഇനി ഓരോ ഐറ്റം നോക്കാം. 4 ഹെഡായിട്ടാണ് തിരിച്ചേക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം. ഇൻകത്തിൻ്റെ അടിയിൽ 2 ഐറ്റം ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ഏൺഡ്, രണ്ടാമത്തെ അതർ ഇൻകം. ഇൻട്രസ്റ്റ് ഏൺഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ഷെഡ്യൂൾ 13 പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഇൻട്രസ്റ്റ് ഏൺഡിൽ വരും. ഇനി അടുത്ത ഐറ്റം അതർ ഇൻകം, അതെവിടെയാണ് പറഞ്ഞേക്കുന്നത്? ഷെഡ്യൂൾ 14 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ഐറ്റം, ഇപ്പോൾ എക്സാമ്പിൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് എഴുതി അതിൻ്റെ സൈഡിൽ നമ്പർ നോട്ട് നമ്പർ ഇട്ടു. അപ്പോൾ അത് എന്ത് ചെയ്യണം? അടിയിൽ നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഷെഡ്യൂൾ 13 എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ പോയി പ്രിപ്പയർ ചെയ്യണം. P&Lൻ്റെ അടിയിൽ അനക്ഷർ 2 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾസ് ഫോമിങ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് നോട്ട്സ് പോലെ ഓരോ ഷെഡ്യൂളും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഐറ്റം തന്നെ നോക്കാം. ഇൻട്രസ്റ്റ് ഏൺഡാണ് ആദ്യത്തെ ഐറ്റം, അത് ഷെഡ്യൂൾ 13. അപ്പോൾ എഴുതേണ്ടത് ഷെഡ്യൂൾ ഫോമിങ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഏൺഡ്. ഷെഡ്യൂൾ 13 തന്നെ എഴുതണം. ഈ 13 ഫോം ബി, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 തേർഡ് ഷെഡ്യൂൾ ഫോം ബിയിൽ പറഞ്ഞേക്കുന്ന നമ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാൻ പറ്റില്ല. ഷെഡ്യൂൾ 13 തന്നെ എഴുതണം. ഷെഡ്യൂൾ 13 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ ഹെഡാണ്. അതായത് മേജർ ഹെഡായിട്ടുള്ള ഇൻകത്തിൻ്റെ അടിയിൽ സബ് ഹെഡായിട്ടുള്ള ഇൻട്രസ്റ്റ് ഏൺഡ്, അതാണ് ഷെഡ്യൂൾ 13. ഈ ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾ 13 ഒരു ഫോമാറ്റ് ഉണ്ട്. ആദ്യത്തെ കോളം പെർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ കറൻറ്റ് ഇയർ, ലാസ്റ്റ് കോളം പ്രീവിയസ് ഇയർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡിൽ എന്തൊക്കെ വരും? ആദ്യത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് ഓർ ബിൽസ്. അപ്പോൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, അഡ്വാൻസസിൻ്റെയും ബിൽസിൻ്റെയും ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ആണ് അവിടെ ഇൻകേർട്ട് കാണിക്കേണ്ടത്. അത് നമ്മൾ കറൻറ്റ് ഇയർ ഫിഗർ എഴുതുക, പ്രീവിയസ് ഇയർ ഫിഗർ എടുത്ത് എഴുതുക. സെക്കൻഡ് ഐറ്റം ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ബാങ്കിന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക. 2 കറസ്പോണ്ടിങ് പീരീഡിന് അതായത് കുളത്തിലെടുത്ത് എഴുതുക. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അത് ഇന്റർ ബാങ്ക് ഫണ്ട്സ്. ഇപ്പോൾ റിസർവ് ബാങ്കിൽ ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന് കിട്ടുന്ന ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് എവിടെ എഴുതാം? മൂന്നാമത്തെ ഐറ്റം ആയിട്ട് എഴുതാം. ഇനി ഈ 3 ഐറ്റത്തിലും പെടാത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് കൊടുക്കുക? അതേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതാണ് ഷെഡ്യൂൾ 13 ഇൻട്രസ്റ്റ് ഉണ്ട്. അടുത്ത ഷെഡ്യൂൾ എന്താ? അതർ ഇൻകം അല്ലേ? ഇൻകം എന്ന് പറയുന്ന മേജർ ഹെഡിൻ്റെ അടിയിൽ ആദ്യം ഇൻട്രസ്റ്റ് ആണ്, ഷെഡ്യൂൾ 13 നോക്കി. അടുത്ത അതർ ഇൻകം ഷെഡ്യൂൾ നമ്പർ 14. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 14 പ്രിപ്പയർ ചെയ്യാൻ പോവാം. ഷെഡ്യൂൾ 14 ഹെഡ് അതർ ഇൻകം, പെർട്ടിക്കുലേഴ്സ്, കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. ഇനി എന്തൊക്കെയാണ് ഒരു അതർ ഇൻകത്തിൽ? മുകളിൽ ഇല്ലാത്ത എല്ലാ ഇൻകംസും എന്ത് വരും?
അതർ ഇൻകത്തിൽ വരും അല്ലേ. മുകളിൽ നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഹെഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലെങ്കിൽ ഇൻകം റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഷെഡ്യൂൾ 13 എഴുതാം. അല്ലാതെ വരുന്ന എല്ലാ ഇൻകവും ഒറ്റ പേരിൽ അതർ ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡിൽ അങ്ങ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ എന്ത് വരാം, കമ്മീഷൻ ഓർ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്. കറണ്ട് ഇയറിൻ്റെ ഫിഗർ എടുത്ത് എഴുതുക, പ്രീവിയസ് ഇയർ ഫിഗർ എടുത്ത് എഴുതുക. സെക്കൻഡ് ഐറ്റം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൽ ചെയ്തപ്പോൾ എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലോസ് ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് ഫിഗർ എടുത്ത് എഴുതുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നാലാമത്തെ ഐറ്റം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ഓഫ് ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ് ലെസ് ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ്. ഓരോ കാര്യത്തിന് കിട്ടുന്ന പ്രോഫിറ്റും അതിൻ്റെ അതേ സാധനത്തിന് തന്നെ അല്ലെങ്കിൽ അതേ ഐറ്റത്തിന് തന്നെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഡിഡക്റ്റ് ചെയ്ത് നെറ്റ് ഫിഗർ എടുത്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക, കറണ്ട് ഇയറിൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെയും കറസ്പോണ്ടിങ് കോളത്തിലേക്ക്. പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ലെസ് ലോസ് ഓൺ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. അതായത് ഫോറിൻ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറൻസി ഡിനോമിനേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് ലാഭമാണെങ്കിൽ ലാഭം എടുത്ത് എഴുതുക. എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഫിഗർ പ്രോഫിറ്റിൽ നിന്ന് ലോസ് ലെസ് ചെയ്തിട്ട് നെറ്റ് ഫിഗർ എടുത്ത് എഴുതുക. ഇനി ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻസ് എക്സെട്ര ഫ്രം സബ്സിഡിയറി ഓർ കമ്പനി ആൻഡ് ഓർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് അബ്രോഡ് ഓർ ഇൻ ഇന്ത്യ. ഡിവിഡൻറ്റോ സബ്സിഡിയറീസിൻ്റെ ഉള്ള ഡിവിഡൻറ്റോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ നിന്നുള്ള ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതുക, കറസ്പോണ്ടിങ് ഇയറിൻ്റെ കറസ്പോണ്ടിങ് കോളത്തിലിട്ട് എഴുതുക. ഇനി മിസ്സലേനിയസ് ഇൻകം. ഈ ആദ്യം പറഞ്ഞ 6 കാര്യത്തിലും കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും, അതായത് ഇവിടെ കാണിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് മിസ്സലേനിയസ് ഇൻകം എന്ന് പറയുന്ന ഒരു ഹെഡിലേക്ക് എടുത്ത് എഴുതുക, കറസ്പോണ്ടിങ് ഇയറിൻ്റെ കോളത്തിൽ കാണിക്കുക. ഇതാണ് ഷെഡ്യൂൾ 14 അതർ ഇൻകം. ഇനി അടുത്ത മേജർ ഹെഡാണ് എക്സ്പെൻഡിച്ചർ. സെക്കൻഡ് മേജർ ഹെഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇൻകം എഴുതി. ഈ ഷെഡ്യൂൾ 13-ൻ്റെയും 14-ൻ്റെയും ടോട്ടൽ നമ്മൾ എടുത്ത് ഇവിടെ എഴുതി. അതിൻ്റെ രണ്ടിനെയും കൂടി ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലോട്ട് എടുത്തെഴുതുക. ടോട്ടൽ എന്ന് പറഞ്ഞ് ഔട്ടർ കോളത്തിൽ ബാലൻസ് ചെയ്തിടുക, ടോട്ടൽ ചെയ്തിടുക. ഇനി സെക്കൻഡ് മേജർ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ കീഴിൽ എന്തൊക്കെ വരും, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് വരും. അതായത് ബാങ്കിങ് കമ്പനി എന്തൊക്കെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, പേ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവിടെ വരും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ബാങ്കിങ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻ എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അതൊക്കെ എഴുതും. പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, അതിന് ഷെഡ്യൂൾ നമ്പർ ഇല്ല. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിന് ഷെഡ്യൂൾ നമ്പർ 15, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് ഷെഡ്യൂൾ നമ്പർ 16. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് നോക്കാം. ഷെഡ്യൂൾ നമ്പർ 15 നമ്മൾ മേജർ ഹെഡ് എഴുതി എക്സ്പെൻഡിച്ചർ, അതിൻ്റെ കീഴിൽ സബ് ഹെഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എഴുതി, ഷെഡ്യൂൾ നമ്പർ എഴുതി. നമ്മൾ ഇനി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് പെർട്ടിക്കുലേഴ്സ് കറണ്ട് ഇയർ പ്രീവിയസ് ഇയർ. ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്തൊക്കെ വരാം, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അല്ലേ. ബാങ്ക് എന്തിനൊക്കെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് കൊടുക്കും, സേവിങ്സ് ബാങ്കിന് കൊടുക്കും, റെക്കറിംഗ് ഡെപ്പോസിറ്റിന് കൊടുക്കും അല്ലേ. ആ ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ഇയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാം. കറണ്ട് ഇയറിൻ്റെ ഫിഗർ കറണ്ട് ഇയർ കോളത്തിലും പ്രീവിയസ് ഇയർ ഫിഗർ പ്രീവിയസ് ഇയർ കോളത്തിലും എടുത്ത് എഴുതാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഇന്റർ ബാങ്ക് ബോറോയിങ്സ്. റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ബാങ്കുകളിൽ നിന്നോ എന്തെങ്കിലും ബോറോയിങ്സ് ബാങ്കിനുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എവിടെ എഴുതുക, ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൻ്റെ ഉള്ളിൽ എഴുതുക. ഇനി അതേഴ്സ് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് എഴുതുക. അതായത് മുകളിൽ പറയുന്ന 2 കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ബാങ്കിനുണ്ടെങ്കിൽ അതെടുത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ അതേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുക. ടോട്ടൽ ചെയ്യുക. ഈ ടോട്ടൽ എങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം, മേജർ ഹെഡിൽ കീഴിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 15-ൻ്റെ നേരെ ആ ടോട്ടൽ എടുത്ത് എഴുതാം. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാനുള്ള എക്സ്പെൻസുകളാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾ നമ്പർ 16 ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 16 പ്രിപ്പയർ ചെയ്യണം. ഷെഡ്യൂൾ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പെർട്ടിക്കുലേഴ്സ് കറണ്ട് ഇയർ പ്രീവിയസ് ഇയർ. ഇനി അതിൽ എന്തൊക്കെ വരാം, പേയ്മെൻറ്റ്സ് ടു ആൻഡ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാലറി ആണല്ലേ എംപ്ലോയീസിന്. അപ്പോൾ പേയ്മെൻറ്റ്സ് ടു ആൻഡ് പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറീസ് ഇവിടെ എഴുതുക. റെൻറ്റ്, ടാക്സസ് ആൻഡ് ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റി, depreciation on bank's property, directors fee, allowances and expenses, auditors fees and expenses including branch auditors fee and expenses, law charges, postage, telegram, telephones, etc., repairs and maintenance, insurance, other expenditure. ആദ്യത്തെ 11 ഐറ്റം
കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്പോൾ ഇവിടെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി വന്നേക്കുന്ന സ്പെൻഡിങ് ആണ് ഇവിടെ കാണിക്കുക. അതായത് നമ്മൾ നോർമലി P&L ബാക്കി കൺസേണുകളിൽ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിൻ്റെ കീഴിൽ, അതായത് ഷെഡ്യൂൾ നമ്പർ 16 കീഴിൽ കാണിച്ചേക്കുന്നത് അല്ലേ. അതിൻ്റെ എല്ലാ ഐറ്റത്തിൻ്റെയും ടോട്ടൽ എടുക്കുക, അതെങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം, മെയിൻ P&L ക്യാരി ഫോർവേഡ് ചെയ്യുക. ഷെഡ്യൂൾ 16 നേരെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ എഴുതാം. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് എഴുതാം. ഇനി എക്സ്പെൻഡിച്ചർ മേജർ ഹെഡിൻ്റെ കീഴിൽ വരുന്ന 3 ഐറ്റത്തിൻ്റെ ടോട്ടൽ കോളത്തിലെടുത്ത് എഴുതാം. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെയാണ് നമ്മൾ ബാങ്കിങ് ഓർഗനൈസേഷൻ കറണ്ട് പീരീഡിൽ പ്രോഫിറ്റ് ആണോ ജനറേറ്റ് ചെയ്തത് അതായത് ലോസ് ആണോ ഇൻകർ ചെയ്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്, എക്സ്പെൻഡിച്ചറും കിട്ടിയിട്ടുണ്ട് അല്ലേ. എക്സ്പെൻഡിച്ചർ മൈനസ് ഇൻകം, അത് ഇൻകം ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റും, ഇൻകം കുറവാണെങ്കിൽ എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവാണെങ്കിൽ അത് ലോസും ആണ് അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന മേജർ ഹെഡിൻ്റെ കീഴിൽ ആദ്യത്തെ ഐറ്റം നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ. കറണ്ട് പീരീഡിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് എടുത്ത് എഴുതാം. അത് ഈ ടോട്ടൽ കോളത്തിൻ്റെ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ ലോസും പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും ആണ്. അതായത് ഇൻകം കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ്, എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലെങ്കിൽ ലോസ്. അടുത്ത ഐറ്റം എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്. അതായത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൽ, അതായത് കഴിഞ്ഞ പീരീഡിൽ എത്രയാണോ പ്രോഫിറ്റ് ഏൺ ചെയ്തത് അത് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതായത് ബാലൻസ് ഷീറ്റിൽ എത്രയാണോ നെറ്റ് പ്രോഫിറ്റ്, അതായത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ കോളത്തിൽ എത്രയാണോ ഉള്ളത് അതാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുക അല്ലേ. ആ ഫിഗർ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. അപ്പോൾ പ്രോഫിറ്റ് ടോട്ടൽ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റ് ഫിഗർ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇനി അടുത്ത മേജർ ഹെഡിങ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻസ്. അതായത് അപ്രോപ്രിയേഷൻ നമ്മൾ എപ്പോഴാണ് എടുത്തത്? പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുക അല്ലേ. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഇയർ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, അതൊക്കെ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ അപ്രോപ്രിയേഷൻസ് എന്ന് പറയുക. അപ്പോൾ അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്ന മേജർ ഹെഡിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ബാങ്കിൻ്റെ കാര്യത്തിൽ എല്ലാ വർഷവും 25% മിനിമം സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് കറണ്ട് പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് കറണ്ട് പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന മേജർ ഹെഡിൽ ഇവിടെ കിട്ടിയ ഫിഗർ എന്ത് ചെയ്യണം? അതിൻ്റെ 25% ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ട്രാൻസ്ഫർ ടു അതർ റിസർവ്, വേറെ ഏതെങ്കിലും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിസ്ക്രൈബ് പെർസെൻറ്റേജ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫിഗറാണ് നിൽക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആ ഫിഗർ എടുത്ത് എഴുതുക. ഇനി ഗവൺമെൻറ്റിന് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ എടുത്ത് എഴുതുക. ഡിവിഡൻഡ് എന്തെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ എടുത്ത് എഴുതുക. അപ്പോൾ പ്രോഫിറ്റ് കോളത്തിൽ നിന്ന് ഈ കോളത്തിൻ്റെ, അതായത് തേർഡ് മേജർ ഹെഡിൻ്റെ ടോട്ടൽ മൈനസ് ഫോർത്ത് മേജർ കോളത്തിൻ്റെ ടോട്ടൽ എമൗണ്ട്, അതിൽ നിന്ന് ലെസ് ചെയ്യുന്ന ബാക്കി എമൗണ്ട് ആണ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റിലോട്ട്. അതായത് തേർഡ് മൈനസ് ഫോർത്ത് ഫിഗറാണ് എന്ത് ചെയ്യുക? ബാലൻസ് ക്യാരിഡ് ഔട്ട് ബാലൻസ് ഷീറ്റ്. അതായത് പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് നെറ്റ് ഫിഗർ കിട്ടും. നമ്മുടെ കയ്യിലുള്ള ബാങ്കിൻ്റെ കയ്യിലുള്ള പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ്, എല്ലാ അപ്രോപ്രിയേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അതാണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാനുള്ളത്. ഇത് ഈ ഒരു ഫോമാറ്റ് പഠിക്കുക, കാണാതെ പഠിക്കാൻ ഞാൻ പറയില്ല. ആദ്യത്തെ ഫോമാറ്റ്, അതായത് മേജർ ഹെഡുള്ള ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി ഷെഡ്യൂളൊക്കെ നിങ്ങൾ ഓരോ പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കാണാതെ ആയിക്കോളും. മാക്സിമം പ്രോബ്ലം ചെയ്താൽ അത്ര എളുപ്പത്തിൽ കാണാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്, ഒരു ചാപ്റ്ററാണ്, ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫിഗറും ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോ ഷെഡ്യൂളിലോട്ട് എടുത്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് ഓർ ഓൺ അഡ്വാൻസസ് ഓർ ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അത് ഷെഡ്യൂൾ 13-ലാണോ 14-ലാണോ അത് 15-ലാണോ 16-ലാണോ വരണതെന്ന് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അത് ഏത് ഷെഡ്യൂളിലാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് അതിലോട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ ടോട്ടൽ എടുക്കുക, മേജർ P&L ക്യാരി ഫോർവേഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ നമുക്ക് P&Lൻ്റെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.